നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണുകൾ, AI ചിപ്പുകൾ, ഡിജിറ്റൽ ലോകം, ഇതെല്ലാം ഓരോ വർഷവും എത്ര വേഗത്തിലാണ് മാറുന്നത് അല്ലേ? എന്നാൽ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ ഫോണിലോ കാറിലോ വീട്ടിലോ ഇരിക്കുന്ന സ്പീക്കറുകളുടെ ഉള്ളിലെ മെക്കാനിസം, അത് കണ്ടുപിടിച്ചിട്ട് 100 വർഷമായി. അതെ, 1925 പേറ്റൻറ്റ് ചെയ്ത അതേ വോയിസ് കോയിലും മാഗ്നറ്റും കോണും അതുതന്നെയാണ് ഇന്നും ഒരു നൂറ്റാണ്ട് പിന്നിട്ടിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഡിജിറ്റൽ യുഗത്തിൽ ഇത്രയും പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ വന്നിട്ടും സാധാരണ സ്പീക്കറുകളിൽ മൂവിംഗ് കോയിൽ ഡ്രൈവർ എന്തുകൊണ്ടാണ് പൂർണ്ണമായും മാറ്റി സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലാത്തത്? എന്തുകൊണ്ടാണ് സ്പീക്കർ ടെക്നോളജി മാത്രം ഇത്രയും കാലമായിട്ടും മാറാത്തത്? ഓഡിയോ ഇൻഡസ്ട്രിക്ക് മാറ്റങ്ങൾ ഒന്നും വരുത്താൻ കഴിയാത്തതാണോ, അതോ ഇതിന് പിന്നിൽ തകർക്കാൻ പറ്റാത്ത ചില ഭൗതിക നിയമങ്ങളുണ്ടോ? നമുക്ക് നോക്കാം. ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു റോംബോ സയൻസ്. ഇതിന് പിന്നിലെ ഒന്നാമത്തെ കാരണം ഫിസിക്സ് തന്നെയാണ്. സൗണ്ട് അഥവാ ശബ്ദമെന്നത് അടിസ്ഥാനപരമായി വായുവിലൂടെ സഞ്ചരിക്കുന്ന മെക്കാനിക്കൽ തരംഗങ്ങളാണ്. ഡിജിറ്റൽ ഡാറ്റയെ കേൾക്കാവുന്ന ശബ്ദമാക്കി മാറ്റാൻ ഒടുവിൽ നമുക്ക് വായുവിനെ ഭൗതികമായി തന്നെ ചലിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതായത് വായുവിനെ തള്ളി നീക്കുക തന്നെ വേണം. മനുഷ്യൻ്റെ ചെവിക്ക് കേൾക്കാൻ കഴിയുന്ന 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയുള്ള ഫ്രീക്വൻസി കൃത്യമായി ഉണ്ടാക്കണമെങ്കിൽ വായുവിനെ മുന്നോട്ടും പിന്നോട്ടും അതിവേഗത്തിൽ ചലിപ്പിക്കണം. അതിനായി കോൺ വളരെ വേഗത്തിൽ വൈബ്രേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിന് ഏറ്റവും പ്രായോഗികവും പവർഫുള്ളുമായ വഴി ഒരു പിസ്റ്റൺ മെക്കാനിസമാണ്. റൈസ്, കെലോഗ് എന്നീ 2 ശാസ്ത്രജ്ഞർ 1925 ഡിസൈൻ ചെയ്ത ആ ഡൈനാമിക് ഡ്രൈവർ ഈ ഫിസിക്സ് റൂളിനെ ഏറ്റവും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒന്നാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് സ്പീക്കറുകളോ പ്ലാനാർ മാഗ്നറ്റിക് സാങ്കേതികവിദ്യകളോ ഒക്കെ പരീക്ഷണാടിസ്ഥാനത്തിൽ വന്നെങ്കിലും അവയ്ക്കൊന്നും സാധാരണ ഡൈനാമിക് ഡ്രൈവറുകളുടെ അതേ സൈസിൽ വലിയ അളവിൽ വായുവിനെ ചലിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അടിസ്ഥാന രൂപം മാറ്റൽ ഫിസിക്സ് അനുവദിക്കുന്നില്ല എന്നതാണ് സത്യം. പക്ഷേ രൂപം മാറ്റിയില്ല എന്ന് കരുതി സ്പീക്കറുകൾ പണ്ടത്തെ പോലെ തന്നെയാണ് എന്ന് നിങ്ങൾ കരുതരുത്. പുറമേ നോക്കുമ്പോൾ ഒരുപോലെയാണെങ്കിലും ഉള്ളിൽ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളുടെ മെറ്റീരിയൽ സയൻസിൽ വൻ വിപ്ലവമാണ് സംഭവിച്ചിട്ടുള്ളത്. പഴയ സ്പീക്കറുകളിൽ ഭാരമേറിയ ഫെറൈറ്റ് അല്ലെങ്കിൽ അൽനിക്കോ മാഗ്നറ്റുകളാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്നത്തെ സ്പീക്കറുകളിൽ അതീവ ശേഷിയുള്ള നിയോഡിമിയം റയർ മാഗ്നറ്റുകളാണ് ഉപയോഗിക്കുന്നത്. പണ്ടത്തെ ഒരു വലിയ ഇഷ്ടികയുടെ അത്രയും വലിപ്പമുള്ള മാഗ്നറ്റ് തന്നിരുന്ന അതേ കാന്തിക ശക്തി ഇന്നൊരു ചെറിയ കോയിൻ്റെ വലിപ്പത്തിലുള്ള നിയോഡിമിയം മാഗ്നറ്റിന് നൽകാൻ കഴിയും. ഇത് സ്പീക്കറുകളുടെ വലിപ്പം കുറയ്ക്കാനും പവർ കൂട്ടാനും സഹായിച്ചു എന്നുള്ളതാണ് വസ്തുത. ഇതാണ് ഒരു ആധുനിക നിയോഡിമിയം ട്യൂട്ടർ. പുറത്ത് നോക്കുമ്പോൾ വളരെ ചെറിയ ഒരു മാഗ്നറ്റാണ് ഈ കാണുന്നത്. പക്ഷേ ഇതിൻ്റെ കാന്തിക ശക്തി പഴയ കാലത്തെ മാഗ്നറ്റുകൾ ഇതിനേക്കാൾ പല മടങ്ങ് വലുപ്പമുള്ള ഫെറൈറ്റ് മാഗ്നറ്റുകളെക്കാളും ശക്തിയുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഹൈ ക്വാളിറ്റി സ്പീക്കറുകൾ ചെറുതായിട്ടും ഉയർന്ന സെൻസിറ്റിവിറ്റിയും മികച്ച ശബ്ദഗുണവും നൽകുന്നത്. അതായത് സ്പീക്കറിൻ്റെ അടിസ്ഥാന പ്രവർത്തന തത്വം മാറിയിട്ടില്ലെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള മെറ്റീരിയൽ സയൻസ് വൻതോതിൽ മുന്നേറിയിട്ടുണ്ട്. ഇതിനുള്ളിലുള്ള വോയിസ് കോയിലിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ആ കറണ്ടിൻ്റെ ദിശ മാറുന്നതനുസരിച്ച് ആ വോയിസ് കോയിൽ മാഗ്നറ്റിനുള്ളിൽ മുമ്പോട്ടും പുറന്നോട്ടും ചലിക്കുന്നു. അതുവഴിയാണ് ശബ്ദതരംഗങ്ങൾ ഉണ്ടാകുന്നത്. ഇതേ അടിസ്ഥാന തത്വമാണ് 1925 ഉണ്ടാക്കിയ ആ ഡൈനാമിക് ഡ്രൈവറിലും കാണുന്നത്. ഉയർന്ന താപനിലയിൽ കൂളിംഗ് ഇല്ലെങ്കിൽ ഇവയുടെ കാന്തിക ശക്തി കുറയാൻ സാധ്യതയുണ്ട്. ആ കാര്യത്തിൽ ഇവിടെ വിന്നർ ഫെറൈറ്റ് കാന്തങ്ങളാണ്. അപ്പോൾ ചോദ്യം, മൂവിംഗ് കോയിലിന് പകരം മറ്റൊന്നില്ലേ? ഉണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് സ്പീക്കേഴ്സ്, എർബൺ സ്പീക്കേഴ്സ്, എയർ മോഷൻ ട്രാൻസ്ഫോർമർ, പ്ലാസ്മ സ്പീക്കേഴ്സ്, പീസോ ഇലക്ട്രിക് സ്പീക്കേഴ്സ്, പ്ലാനാർ മാഗ്നറ്റിക് സ്പീക്കേഴ്സ്, ഇതൊക്കെ ഉണ്ട്. ഞാൻ ഈ പ്ലാനാർ മാഗ്നറ്റിക് സ്പീക്കറിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ദയവായി നിങ്ങളത് കാണുക. ഇവയ്ക്ക് ഓരോന്നിനും ചില പ്രത്യേകതകളുണ്ട്. ചിലത് വളരെ ചിലവേറും, ചിലത് വലിയ ആംപ്ലിഫയർ ആവശ്യപ്പെടും, ചിലതിൽ ബേസ് കുറവായിരിക്കും, ചിലത് വളരെ ഫ്രജൈലായിരിക്കും. അതുകൊണ്ടാണ് മൂവിംഗ് കോയിൽ സ്പീക്കർ ഇന്നും ഏറ്റവും പ്രചാരത്തിൽ തുടരുന്നത്. അതുപോലെ സ്പീക്കർ കോണുകൾ
പണ്ടത്തെ വെറും പേപ്പർ കോണുകളിൽ നിന്ന് നമ്മൾ വളരെയധികം മാറി കെൽവാർ, കാർബൺ ഫൈബർ, ബെറീലിയം, അലൂമിനിയം തുടങ്ങിയ അഡ്വാൻസ്ഡ് മെറ്റീരിയൽസിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. ഉയർന്ന വോളിയത്തിൽ സ്പീക്കർ അടിക്കുമ്പോൾ കോൺ വളഞ്ഞു പോകാതെ, അതിന് കോൺ ബ്രേക്കപ്പ് എന്നാണ് പറയുന്നത്, തടയുന്നതിനായിട്ട് ഈ മെറ്റീരിയൽ സഹായിക്കുന്നു. അതായത് ജോമെട്രി പഴയതാണെങ്കിലും ഉള്ളിലെ എൻജിനീയറിംഗ് തികച്ചും മോഡേൺ ആണ്. ഇപ്പോൾ ഏറ്റവും വലിയ മാജിക് നടക്കുന്നത് സ്പീക്കറിൻ്റെ ഉള്ളിലല്ല, അതിലേക്ക് സിഗ്നൽ നൽകുന്ന ആംപ്ലിഫയറുകളിലാണ്. സ്പീക്കർ ഡ്രൈവർ മാറ്റുന്നതിന് പകരം ഇന്നത്തെ എഞ്ചിനീയർമാർ ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് DSP ടെക്നോളജിയാണ്. ഒരു ചെറിയ സ്പീക്കർ ഡ്രൈവറിന് ഫിസിക്കലായി ചെയ്യാൻ കഴിയുന്നതിന് ചില പരിധികളുണ്ട്. അതിനപ്പുറം പോയാൽ ശബ്ദം ഡിസ്റ്റോർട്ടാകും, അല്ലെങ്കിൽ വോയിസ് കോയിൽ ഉരുകിപ്പോകും. ഇവിടെയാണ് സ്മാർട്ട് അൽഗോരിതങ്ങൾ വരുന്നത്. ഡ്രൈവർ എപ്പോൾ എത്രമാത്രം ചലിക്കണമെന്ന് ഡിജിറ്റലായി മുൻകൂട്ടി മനസ്സിലാക്കി സിഗ്നലുകളെ റിയൽ ടൈമായി ചിപ്പുകൾ നിയന്ത്രിക്കുന്നു. അങ്ങനെ ഡ്രൈവറിൻ്റെ മെക്കാനിക്കൽ പരിമിതികളെ ഡിജിറ്റൽ കമ്പ്യൂട്ടിംഗ് പവർ കൊണ്ട് നമ്മൾ മറികടക്കുന്നു. അതുകൊണ്ടാണ് ചെറിയ സൗണ്ട് ബാറുകൾക്കും അവയുടെ വലുപ്പത്തേക്കാൾ മികച്ച ശബ്ദം നൽകാൻ കഴിയുന്നത്. അപ്പോൾ ഈ കോൺ മാഗ്നറ്റ് സിസ്റ്റം ഇനി മാറുകയേ ഇല്ലേ? മാറും. ഇയർബഡുകളിലും ചെറിയ ഇനിയർ മോണിറ്ററുകളിലും ഇപ്പോൾ തന്നെ ഒരു പുതിയ മാറ്റം വന്നിട്ടുണ്ട്. MEMS, മൈക്രോ ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റംസ്. ഫോട്ടോ ലിത്തോഗ്രഫി ഉൾപ്പെടെയുള്ള മൈക്രോ ഫാബ്രിക്കേഷൻ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് MEMS സ്പീക്കർ ഡ്രൈവറുകൾ നിർമ്മിക്കുന്നത്. ഇതിൽ പരമ്പരാഗത വോയിസ് കോയിലുകളോ വലിയ മാഗ്നറ്റുകളോ ഇല്ല. ഭാവിയിൽ ചെറിയ ഓഡിയോ ഡിവൈസുകളെല്ലാം തന്നെ ഈ സിലിക്കൺ സ്പീക്കറുകളിലേക്ക് മാറിയെന്നിരിക്കും. പക്ഷേ വലിയ റൂമുകളിൽ ബേസ് തരംഗങ്ങൾ ഉണ്ടാക്കാൻ വലിയ അളവിൽ വായു തള്ളേണ്ടി വരുന്നു. അതുകൊണ്ട് ഹോം തിയേറ്ററുകളിലും വലിയ സ്പീക്കറുകളിലും നമ്മുടെ പഴയ ഡൈനാമിക് ഡ്രൈവറുകൾ തന്നെയായിരിക്കും ഭാവിയിലും രാജാവ്. ചുരുക്കി പറഞ്ഞാൽ സ്പീക്കർ ടെക്നോളജി മാറിയില്ല എന്ന് പറയുന്നത് അതിൻ്റെ പരാജയമല്ല, മറിച്ച് ഫിസിക്സിൻ്റെ നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് മനുഷ്യൻ കണ്ടെത്തിയ ഏറ്റവും കാര്യക്ഷമമായ ഡിസൈനുകളിൽ ഒന്നായതുകൊണ്ടാണ് അതിൻ്റെ അടിസ്ഥാന തത്വം 100 വർഷത്തോളമായി മാറ്റമില്ലാതെ തുടരുന്നത്. ഇന്നും റോക്കറ്റുകൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ന്യൂട്ടൺ വിശദീകരിച്ച അതേ അടിസ്ഥാന ഭൗതിക നിയമങ്ങൾ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെയാണ് സ്പീക്കറുകളും. പിന്നെ ചില ഡിസൈനുകൾ ഏറ്റവും കാര്യക്ഷമമായ രൂപത്തിലെത്തിയാൽ പിന്നീട് വലിയ മാറ്റങ്ങൾ ആവശ്യമാകാറില്ല. പുതിയ ഓഡിയോ വീഡിയോ സാങ്കേതിക വിദ്യകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം. വളരെ നന്ദി, നമസ്കാരം.